കണ്ണൂരിൽ കൃത്രിമ ആവാസ വ്യവസ്ഥയിൽ അടവച്ച രാജവെമ്പാലയുടെ മുട്ടകൾ വിരിഞ്ഞു. വനം വകുപ്പ് വാച്ചർമാർക്ക് സംഘടനയുടെ ആനിമൽ റെസ്ക്യൂമായ ഷാജി ബക്കളത്തിന്റെ സംരക്ഷണയിലാണ് 16 രാജവെമ്പാല മുട്ടകൾ വിരിഞ്ഞത്. ഏപ്രിൽ 20-നാണ് കനകക്കുന്നിലെ ലോനപ്പന്റെ തോട്ടത്തിൽ നിന്ന് രാജവെമ്പാല മുട്ടകൾ പിടികൂടിയത്. 31 മുട്ടകളാണ് കണ്ടെത്തിയത്. റേഞ്ച് ഓഫീസറുടെ നിർദ്ദേശപ്രകാരം കടമ്പേരിയിലെ സുരക്ഷിതമായ സ്ഥലത്തെത്തിച്ച് ഉണങ്ങിയ മുളയുടെ ഇലകൾ വിരിച്ച് മുട്ടകൾ അടവെച്ചു. ആവശ്യത്തിന് തണുപ്പ് ക്രമീകരിക്കാനുള്ള സംവിധാനവും ഒരുക്കി. ചൊവ്വാഴ്ച രാവിലെ മുതലാണ് മുട്ടകൾ വിരിഞ്ഞു തുടങ്ങിയത്. കുടിയാമല കനകക്കുന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് ഈ രാജവെമ്പാലിന് മുട്ട കിട്ടിയത്. കരുവഞ്ചാൽ സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ മധുസാറിൻ്റെ നിർദ്ദേശപ്രകാരം ബീറ്റ് ഓഫീസർമാരായ നികേഷ് കുമാർ സാർ, പ്രിയ മേഡം എന്നിവരുടെ സാന്നിധ്യത്തിൽ പാമ്പിനെ എടുക്കാൻ പോയത് പാമ്പിനെ കിട്ടിയിട്ടില്ല. മുട്ട ശേഖരിച്ച് വന്നു. നമ്മൾ സംരക്ഷണത്തിൽ അത് ഇപ്പോൾ ഇന്ന് രാവിലെ മുതൽ വിരിയിച്ചു. 31 മുട്ടയിൽ 16 മുട്ട വിരിയിച്ച് കിട്ടി. ഈ ആഴ്ച തന്നെ ഒരു 4 ദിവസത്തിനുള്ളിൽ കൽപ്പുറമ്പ് റേഞ്ച് ഓഫീസറുടെ നിർദ്ദേശപ്രകാരം അതിൻ്റെ ആവാസ വ്യവസ്ഥയിലേക്ക് വിട്ടയക്കുന്നതായിരിക്കും. സംരക്ഷിത വിഭാഗത്തിൽപ്പെടുന്ന രാജവെമ്പാലയുടെ കുഞ്ഞുങ്ങൾ 1 മാസമാകുമ്പോൾ മാത്രമേ ഭക്ഷണം കഴിക്കുകയുള്ളൂ. ഷാജി ഇതിനു മുമ്പ് പെരുമ്പാമ്പ്, ഉടുമ്പ്, ചേര, മയിൽ എന്നിവയുടെ മുട്ടകളും വിരിയിച്ചിരുന്നു. ഇതാദ്യമായാണ് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി കൃത്രിമ സാഹചര്യത്തിൽ മുട്ട വിരിയിക്കുന്നത്. ന്യൂസ് മലയാളം, കണ്ണൂർ.